ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും എൻ്റെ മോളോട് ഇന്ന് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ മെൽബൺ ടു കൊച്ചി. അപ്പോൾ അതൊരു ട്രാവൽ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഓസ്ട്രേലിയ വന്നിട്ട് നാട്ടിൽ പോകുന്നത്. കുറച്ച് ഷോർട്ട് വിസിറ്റാണ്. അപ്പം ബാക്കിയുള്ള വീഡിയോ കാണാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ മെൽബണിൽ എത്തി. അവിടെ നിന്നൊരു യൂബർ നേരെ എയർപോർട്ടിലോട്ട്. അങ്ങനെ യൂബർ വന്നു. എയർപോർട്ടിൽ എത്തി. അവിടെ നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് ഉള്ളത്. നമ്മുടെ എല്ലാ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് 10 മിനിറ്റ് ഉള്ള എയർപോർട്ട്. അങ്ങനെ എയർപോർട്ടിലെത്തി. അപ്പോൾ ഞങ്ങളുടെ മെൽബണിൽ വന്ന് ഞങ്ങൾ ഇതെല്ലാം ചെയ്തു. ചെക്കിങ്ങും ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഗേറ്റിൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പം എല്ലാം വിശക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ അടുത്തുള്ള ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി. ഇനി അവിടെ ഫ്ലൈറ്റിൽ കയറി എന്തായാലും ഒരു 4 മണിയൊക്കെ ആവും ഫുഡൊക്കെ കിട്ടണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. ആക്ച്വലി ജിൻസി ഇന്നലെ ഫുഡൊക്കെ റെഡിയാക്കി, ചോറൊക്കെ തിന്ന് റെഡിയാക്കി വന്നു. പിന്നെ അത് ടൈമില്ലായിരുന്നു. പെട്ടെന്ന് വണ്ടി വന്നു. അപ്പം ഇതൊരു എയർപോർട്ടിനകത്ത് നമ്മൾ ഇരിക്കുകയാണ്. ഹംഗ്രി ജാക്സ്, നമ്മുടെ നാട്ടിലെ മറ്റെല്ലാം ബർഗർ കിങ് ആണ് ഇവിടെ ഹംഗ്രി ജാക്സ്. അപ്പോൾ അവിടെ വന്നു ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഇവിടെ ഇരിക്കുകയാണ്. ഫ്ലൈറ്റ് തായ് എയർവേസ് ആണ്. ഫസ്റ്റ് ടൈമാണ് തായ് എയർവേസിൽ പോകുന്നത്. അപ്പം ബാങ്കോക്ക്, ഇവിടുന്ന് ബാങ്കോക്ക് ടു കൊച്ചി. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഗേറ്റിൻ്റെ അവിടെ ഇനിയും ഫ്ലൈറ്റിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. അല്ലേ, ടയർഡായോ? എങ്ങനെയുണ്ട് ട്രാവല്? നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇനി ലോങ് ഫ്ലൈറ്റ്. നമുക്കിനി കൊച്ചി വരെ പോകാനുള്ളതാണ്. ഇനി കഴിഞ്ഞ് നെക്സ്റ്റ് എങ്ങോട്ടാന്ന് അറിയാമോ? എങ്ങോട്ടാ നെക്സ്റ്റ് എങ്ങോട്ടാ നമ്മൾ റീച്ച് ചെയ്യുന്നത്? ബാങ്കോക്ക്. അവിടെ നിന്ന് 1.5 hour നമ്മൾ അവിടെ ഹോൾഡ് ചെയ്യണം. അത് നെക്സ്റ്റ് കൊച്ചി. ഓക്കെ, റെഡി ഫോർ ദ ട്രിപ്പ്? അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അവർ രണ്ടിന് കുറച്ച് കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്ക് പോകേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് കുറച്ച് ദിവസത്തേന് മാത്രമേ ഞങ്ങൾ പോവുകയാണ്. ഇല്ലേ? Finally, yeah. Come. Oh my God. Hello, how are you? It's 44 JMK. 44K. That's not. All right, thank you. Okay, you speak those things. Yeah. I'm on a flight now. Okay. Well, can I hold this one? ഫ്ലൈറ്റ് കയറി. ഇനിയും 1 മണിക്കൂറിൽ കഴിയുമ്പോൾ ടേക്ക് ഓഫ് ആണ്. ആദ്യമായിട്ടാണ് തായ് എയർവേസ്. കണ്ടിട്ട് സൂപ്പർ ഫ്ലൈറ്റാണ്. നല്ല ഫ്ലൈറ്റ് കിട്ടും. ഇനി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എക്സ്പീരിയൻസ് ലോങ് അവേഴ്സ് ഉണ്ട്. അതെല്ലാം കോമൺ ആണ്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് വന്നു. ഫുഡ് നമുക്ക് വലിയ ഇഷ്ടപ്പെടുന്ന ടൈപ്പ്, വലിയ ഇതൊന്നും വെറൈറ്റി ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പൊന്നും അല്ല. അവരുടെ തായ് ടൈപ്പിലൊരു ഫുഡായിരുന്നു. വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. എന്തായാലും പിന്നെ വിശപ്പടക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കഴിച്ച്. ഫുഡിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 6 out of 10 അത്രേ ഉള്ളൂ. ഫുഡ് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. എന്തായാലും വിശപ്പ് നടക്കണം, ലോങ് യാത്രയില്ലേ. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഫുഡ് കഴിച്ചു.
ഫുഡിന്റെ റേറ്റിംഗ് എന്തുവാ? 6 out of 10. 6 out of 10. ഓക്കെ. അങ്ങനെ എത്ര മണിക്കൂറത്തെ ഇത് വെച്ചാൽ നമ്മൾ തായ്ലൻഡ് എത്തി. പിന്നെ അടുത്ത കൊച്ചിക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ടയർഡായോ? ബാങ്കോക്ക് എത്തി. ടയർഡല്ല എല്ലാം ഫ്ലൈറ്റൊക്കെ സൂപ്പറാണ് ഇവിടുത്തെ വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് പോകും. കാരണം നമുക്ക് ഫസ്റ്റ് വരുന്നത് എങ്ങോട്ടാണ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് പറഞ്ഞു തരാനോ ഒന്നും ചോദിക്കാനോ ആരുമില്ല. അതുള്ളൊരു ബുദ്ധിമുട്ടാണ്. ആ ഫ്ലൈറ്റെല്ലാം സൂപ്പർ ഫ്ലൈറ്റ്. ആദ്യത്തെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ് തായ് എയർലൈൻസ് അല്ലേ. ഞാൻ സാടാ ഞാനത് മൂവി കണ്ടതല്ല കണ്ടിന്യൂഷൻ വരാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ടി വി ഇല്ല, ഇതിനകത്ത് സ്ക്രീനില്ല. ഇവിടെ വന്ന് ഇനി ഞാൻ കൊച്ചി വരെ എന്താ പറയുക ബോറടിക്കും. ഒരു കാര്യം ചെയ്ത് നമുക്ക് കിടന്ന് ഉറങ്ങാം. അങ്ങനെ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തി. നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കാൻ വേണ്ടി ഇമിഗ്രേഷനിലോട്ട് നേരെ വിടുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് പറഞ്ഞ് നാട് കണ്ടിട്ട് എത്ര നാളായി. അപ്പോൾ ഫുൾ ആവേശത്തിലോട്ടാണ് നേരെ ഇമിഗ്രേഷനിലോട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫൈനലി നീണ്ട 17 മണിക്കൂറിൻ്റെ യാത്ര ശേഷം ഞങ്ങൾ നാട്ടിലെത്തിയിരിക്കുന്നത്. കൊച്ചിയിലെത്തി. കൊച്ചിയിൽ നിന്ന് ഒരു യൂബറൊക്കെ വിളിച്ച് നമ്മൾ എയർപോർട്ട് ടാക്സി വിളിച്ച് നേരെ ഇവിടുന്ന് ഒരു 5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം വിചാരിച്ചു ആകെ എല്ലാവരും നല്ല ടയേർഡായി. അപ്പം ഒരു നല്ലൊരു ഉറക്കം, വീട് വരെ നല്ലൊരു ഉറക്കം. നാടൊക്കെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് കുറേ നാളായി നാട്ടിൽ വിട്ടിട്ട്. അപ്പോൾ നേരെ വീട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലി വീട്ടിലെത്തി. പിറ്റേ ആകെ ടയേർഡായിപ്പോയി. പിറ്റേ ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം ചക്കയും നമ്മളൊത്തിരി മിസ് ചെയ്തതാണ്. നെത്തോലി മീൻകറി. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ഇത് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണം.